കേരളത്തിലെ ആദ്യത്തെ ക്ഷേത്രം ഏതാണെന്ന് നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചാൽ എന്തായിരിക്കും നിങ്ങളുടെ ഉത്തരം? പാലക്കാട് ജില്ലയിലെ കുമ്പിടിക്ക് സമീപമുള്ള പന്നിയൂർ ശ്രീ വരാഹമൂർത്തി ക്ഷേത്രം തന്നെയാണ് പരശുരാമൻ കേരളത്തിൽ ആദ്യമായി പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രമെന്നാണ് വിശ്വാസം. ഈ വിശ്വാസത്തിന് പിന്നിലെ കഥ എന്താണ്? എന്തുകൊണ്ടാണ് ഈ ക്ഷേത്രം ഇത്രയും പ്രത്യേകത നേടിയത്? ഇന്ന് നമുക്ക് ആ ചരിത്രവും ഐതിഹ്യവും അറിയാം. പാലക്കാട് ജില്ലയിലെ കുമ്പിടിക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന പന്നിയൂർ ശ്രീ വരാഹമൂർത്തി ക്ഷേത്രം കേരളത്തിലെ ഏറ്റവും പുരാതന വൈഷ്ണവ ക്ഷേത്രങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. നൂറ്റാണ്ടുകളായി ഭക്തരുടെ വിശ്വാസത്തിന്റെയും ആരാധനയുടെയും കേന്ദ്രമാണ് ഈ ക്ഷേത്രം. പന്നിയൂർ എന്ന പേരിനും ഒരു പ്രത്യേകതയുണ്ട്. വരാഹം എന്നത് കാട്ടുപന്നിയുടെ രൂപത്തിലുള്ള വിഷ്ണുവിന്റെ അവതാരമാണ്. ആ അവതാരവുമായി ബന്ധപ്പെട്ടതിനാലാണ് ഈ പ്രദേശത്തിന് പന്നിയൂർ എന്ന പേര് ലഭിച്ചതെന്നാണ് പ്രാദേശിക വിശ്വാസം. ഇന്ന് ക്ഷേത്രത്തിലേക്ക് കടന്നുവരുന്ന ഓരോ ഭക്തനും അനുഭവിക്കുന്നത് ഒരു പ്രത്യേക ആത്മീയ അന്തരീക്ഷമാണ്. ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ വിഷ്ണുവിന്റെ മൂന്നാമത്തെ അവതാരമായ ശ്രീ വരാഹമൂർത്തിയാണ്. പുരാണങ്ങൾ പറയുന്നതനുസരിച്ച് അസുരനായ ഹിരണ്യാക്ഷൻ ഭൂമിയെ സമുദ്രത്തിനടിയിലേക്ക് കൊണ്ടുപോയപ്പോൾ ലോകം മുഴുവൻ പ്രതിസന്ധിയിലായി. അപ്പോൾ മഹാവിഷ്ണു ഒരു ഭീമാകാര വരാഹത്തിന്റെ രൂപം സ്വീകരിച്ചു. സമുദ്രത്തിലേക്ക് ചാടി ഭൂമിയെ തന്റെ കുമ്പിലുയർത്തി വീണ്ടും സുരക്ഷിത സ്ഥാനത്ത് സ്ഥാപിച്ചു. ഭൂമി ദേവിയെ രക്ഷിച്ച ഈ അവതാരമാണ് വരാഹ അവതാരം. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിൽ വരാഹമൂർത്തിയോടൊപ്പം ഭൂമി ദേവിക്കും പ്രത്യേക സ്ഥാനമുണ്ട്. കേരളത്തിൽ വരാഹമൂർത്തിയെ പ്രധാന ദേവനായി ആരാധിക്കുന്ന ക്ഷേത്രങ്ങൾ വളരെ വിരളമാണ്. അതുകൊണ്ട് തന്നെ പന്നിയൂർ ക്ഷേത്രത്തിന് വലിയ പ്രാധാന്യമുണ്ട്. കേരളത്തിന്റെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട പ്രശസ്തമായ ഐതിഹ്യമാണ് പരശുരാമന്റെ കഥ. സമുദ്രത്തിലേക്ക് തന്റെ പരശു എറിഞ്ഞ് പുതിയ ഭൂമി സൃഷ്ടിച്ചുവെന്നാണ് വിശ്വാസം. അതിനുശേഷം ആ പുതിയ ഭൂമിയിൽ ദൈവാരാധന നിലനിൽക്കാൻ അദ്ദേഹം നിരവധി ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചുവെന്നും പറയപ്പെടുന്നു. ആ ക്ഷേത്രങ്ങളിൽ ആദ്യമായി പ്രതിഷ്ഠ നടത്തിയ സ്ഥലം പന്നിയൂർ ശ്രീ വരാഹമൂർത്തി ക്ഷേത്രമാണെന്നാണ് പ്രാദേശിക വിശ്വാസം. ചരിത്രകാരന്മാർ ഇതിനെ ഐതിഹ്യമായി കാണുമ്പോഴും നൂറ്റാണ്ടുകളായി ഈ വിശ്വാസം ഭക്തരുടെ മനസ്സിൽ ജീവിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രം ചരിത്രത്തിന്റെയും വിശ്വാസത്തിന്റെയും മനോഹരമായ സംഗമമായി മാറുന്നു. ഈ ക്ഷേത്രത്തിന് ഏകദേശം 4000 വർഷത്തെ പാരമ്പര്യമുണ്ടെന്നാണ് പ്രാദേശിക വിശ്വാസം. എന്നാൽ ഇതിന് വ്യക്തമായ പുരാവസ്തു തെളിവുകൾ ലഭ്യമായിട്ടില്ല. അതുകൊണ്ട് ഈ കാലഗണനയെ ഒരു വിശ്വാസപരമായ പരമ്പരാഗത കാഴ്ചപ്പാടായാണ് കാണേണ്ടത്. ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രശസ്തമായ കഥയാണ് പെരുന്തച്ചന്റെ കഥ. കേരളത്തിലെ ഏറ്റവും മഹാനായ ശില്പിയായ പെരുന്തച്ചൻ ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണം ഏറ്റെടുത്തുവെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ചില അപ്രതീക്ഷിത സംഭവങ്ങൾ കാരണം ക്ഷേത്രം പൂർണ്ണമായി പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ലെന്നും നാട്ടുകാർ വിശ്വസിക്കുന്നു. ഇന്നും ക്ഷേത്രത്തിന്റെ ചില ഭാഗങ്ങളെക്കുറിച്ച് ഈ കഥകൾ പ്രാദേശികർ അഭിമാനത്തോടെ പങ്കുവെക്കാറുണ്ട്. ചരിത്ര സത്യവും ജനകീയ വിശ്വാസവും ഒരുമിച്ച് ചേർന്ന മനോഹരമായ കഥകളാണിവ. കേരളത്തിന്റെ പരമ്പരാഗത ക്ഷേത്രവാസ്തുവിദ്യയുടെ മനോഹരമായ മാതൃകയാണ് ഈ ക്ഷേത്രം. മരപ്പണികൾ, ചെരിഞ്ഞ മേൽക്കൂരകൾ, നാലമ്പലം, ശാന്തമായ ക്ഷേത്രാന്തരീക്ഷം ഇവയെല്ലാം ചേർന്ന് ഭക്തർക്കൊരു അപൂർവ അനുഭവം നൽകുന്നു. പ്രതിദിന പൂജകളും ഉത്സവങ്ങളും ഇവിടെ വലിയ ഭക്തിപൂർവ്വമാണ് നടക്കുന്നത്. പാലക്കാട് സന്ദർശിക്കുന്നവർക്ക് ചരിത്രവും ആത്മീയതയും ഒരുമിച്ച് അനുഭവിക്കാൻ കഴിയുന്ന സ്ഥലമാണിത്. ശാന്തത ആഗ്രഹിക്കുന്നവർക്കും ക്ഷേത്ര ചരിത്രം ഇഷ്ടപ്പെടുന്നവർക്കും ഈ സ്ഥലം തീർച്ചയായും സന്ദർശിക്കേണ്ടതാണ്. ഒരു ക്ഷേത്രത്തിന്റെ മഹത്വം അതിന്റെ പ്രായം കൊണ്ട് മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങളും കഥകളും തലമുറകളായി കൈമാറിയ പാരമ്പര്യവുമാണ് അതിനെ മഹത്തായതാക്കുന്നത്. പന്നിയൂർ ശ്രീ വരാഹമൂർത്തി ക്ഷേത്രവും അത്തരമൊരു ചരിത്ര സ്മാരകമാണ്. പരശുരാമന്റെ ഐതിഹ്യം, വരാഹാവതാരത്തിന്റെ മഹിമ, പെരുന്തച്ചന്റെ കഥ, നൂറ്റാണ്ടുകളുടെ ഭക്തി പാരമ്പര്യം ഇവയെല്ലാം ചേർന്നാണ് ഈ ക്ഷേത്രം ഇന്നും ഭക്തരുടെ ഹൃദയത്തിൽ ജീവിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി അറിയിക്കൂ. കേരളത്തിലെ ക്ഷേത്രങ്ങളുടെയും ചരിത്രങ്ങളുടെയും ഇത്തരത്തിലുള്ള അപൂർവ കഥകൾക്കായി കൊച്ചു സ്റ്റോറി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ മറ്റൊരു അത്ഭുതകരമായ ചരിത്ര കഥയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.